മക്കളെ, എല്ലാവർക്കും സൈലത്തിന്റെ മറ്റൊരു മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ അടിസ്ഥാന പാഠാവലിയിലെ 3-ാമത്തെ യൂണിറ്റിലെ 3-ാമത്തെ പാഠഭാഗമായ ഭഗീരഥ പ്രയത്നം എന്ന് പറയുന്ന ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഭയങ്കര ഈസി ആയിട്ടുള്ള ഒരു കുഞ്ഞി ഇച്ചിരി പിടിയോളുള്ള ഒരു പാഠഭാഗമാണ്. ഭയങ്കര എളുപ്പത്തിൽ നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു പാഠഭാഗമാണ് അല്ലെ. വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളൊക്കെ വരാൻ സാധ്യതയുള്ളതാണെങ്കിൽ പോലും എന്താണ് നമുക്ക് ഒറ്റ വായനയിലൊക്കെ പാഠഭാഗം മനസ്സിലാവുന്നുള്ളതാണ് കേട്ടോ. അപ്പൊ എന്താണ് ഈ പാഠഭാഗം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഡോക്ടർ MS വല്യത്താൻ അല്ലെ, അദ്ദേഹത്തിന്റെ ഒരു ആത്മകഥയാണ്, ആത്മകഥയിലെ ഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ള പാഠഭാഗം. അപ്പൊ അദ്ദേഹം ഒരു ഡോക്ടർ ആയിരുന്നു നമുക്കറിയാം. അപ്പൊ അദ്ദേഹത്തിന്റെ ജീവിതത്തിലുള്ള അല്ലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരീക്ഷണത്തെ കുറിച്ചാണ് എന്ത് ചെയ്യുന്നത് ഇവിടെ പറയുന്നത്. അപ്പൊ ഈ പേര് പോലും ഭഗീരഥ പ്രയത്നം എന്ന് പറയുന്ന ഈ പേര് പോലും എന്താണ് ഒരു ചോദ്യമാണ് അല്ലെ. എന്താ ഭഗീരഥ പ്രയത്നം എന്ന് പറയുന്നത്? ആരാണ് ഭഗീരഥൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? ഭഗീരഥൻ സൂര്യവംശ രാജാവായിട്ടുള്ള ദിലീപന്റെ പുത്രനാണ് അല്ലെ. അപ്പൊ ഈ ഗംഗാ നദിയെ എന്താണ് ഭൂമിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി അല്ലെ, തന്റെ പൂർവികരായിട്ടുള്ള സഗരപുത്രന്മാർക്ക് മോക്ഷം ലഭിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഗംഗാദേവിയെ ഭൂമിയിലേക്ക് കൊണ്ടുവരാൻ എന്തെയാണ് തീരുമാനിക്കുകയാണ്. അപ്പൊ അതിനുവേണ്ടി അദ്ദേഹം എടുത്ത പ്രയത്നം എന്ന് പറയുന്നത് ചില്ലറ പ്രയത്നം എന്നല്ല. അത്രയധികം വർഷക്കാലം അദ്ദേഹം എന്ത് ചെയ്തു? പല രീതിയിൽ തപസ് ചെയ്യുന്നു അല്ലെ, പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ അദ്ദേഹത്തിന് മുമ്പിൽ വരുന്നു. എങ്കിലും അദ്ദേഹം വിട്ടുമാറാതെ എന്ത് ചെയ്യാണ്? വളരെ പോസിറ്റീവായിട്ടുള്ള രീതിയിൽ അല്ലെ, ശുഭാപ്തി വിശ്വാസത്തോടു കൂടെ വീണ്ടും വീണ്ടും എന്ത് ചെയ്യാണ്? ആ തപസ് പ്രയത്നിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ വളരെ എന്താ പറയാ ആത്മാർത്ഥമായും വളരെയധികം അല്ലെ കഠിനമായിട്ടുള്ള തപസ്സുകളിലൂടെയൊക്കെയുള്ള ഭഗീരഥന്റെ പ്രയത്നത്തിന്റെ ഫലമായിട്ട് എന്ത് ചെയ്യാണ്? ആദ്യം ശിവനെ എന്താ പറയാ പ്രീതിപ്പെടുത്തണമായിരുന്നു. അങ്ങനെ കുറേ വർഷക്കാലം ശിവനെ പ്രീതിപ്പെടുത്തുകയാണ്. ഗംഗാദേവിയെ ഭൂമിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിച്ച്. അങ്ങനെ ഒടുവില് ശിവൻ പ്രീതിപ്പെട്ട സമയത്ത് ഗംഗാദേവി എന്ത് ചെയ്യാണ്? ശിവന്റെ തലയിൽ നിന്ന് മോചിപ്പിക്കപ്പെടുന്നു. അങ്ങനെ എന്ത് ചെയ്യാണ്? ഭൂമിയിലേക്ക് ശക്തമായിട്ട് ഒഴുകുകയും അത് മറ്റൊരു മഹർഷിയുടെ അല്ലെ ആശ്രമവും അദ്ദേഹത്തിന്റെ ഇടങ്ങളൊക്കെ ഇല്ലാതാക്കുന്നതിലൂടെ അദ്ദേഹം വീണ്ടും ശപിക്കുകയാണ്. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്യാണ്? ഗംഗാദേവിയെ അല്ലെ എടുത്ത് തന്റെ ശിരസിലേക്ക് അല്ലെ വീണ്ടും അദ്ദേഹം ഒളിപ്പിച്ചു വെക്കുന്നു. അങ്ങനെ അവിടുന്ന് പിന്നെ ഗംഗാദേവിയെ തിരിച്ചു മോചിപ്പിക്കാൻ വേണ്ടി വീണ്ടും ഒരുപാട് വർഷക്കാലം എന്ത് ചെയ്യാണ്? നമ്മുടെ ഭഗീരഥൻ കഠിനമായിട്ടുള്ള പ്രയത്നം ചെയ്യാണ്. അങ്ങനെ പുരാണത്തിലുള്ള അല്ലെ ഒരു കഥയെ ആസ്പദമാക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത് ഈ ഭഗീരഥ പ്രയത്നം എന്ന് പറയുന്നത്. അപ്പൊ ഭഗീരഥൻ അത്രയും എന്ത് ചെയ്യാണ്? ഒരു കാര്യത്തിന് വേണ്ടി ഗംഗാദേവിയെ ഭൂമിയിലേക്ക് ഒഴുക്കാൻ വേണ്ടി കഷ്ടപ്പെടുകയാണ്. ഒരുപാട് വർഷക്കാലമുള്ള ഈ കഷ്ടപ്പാട് തുടരുകയാണ്. ഏറ്റവും ഒടുവിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഭഗീരഥന്റെ പ്രയത്നത്തിന്റെ ഫലമായിട്ട് ഗംഗാദേവി ഭൂമിയിലേക്ക് ഒഴുകുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇങ്ങനെ ഉള്ള ഭഗീരഥന്റെ ആ ഒരു കഠിനമായിട്ടുള്ള പ്രയത്നത്തോട് എന്തിനു ഉപമിക്കുകയാണ്? നമ്മളുടെ ഡോക്ടർ MS വല്യത്താന്റെ പരീക്ഷണത്തെ എന്ത് ചെയ്യാണ്? ആ ഒരു അനുഭവത്തെ അല്ലെ വിവരിക്കുകയാണ് കേട്ടോ. അപ്പൊ അത് പാഠഭാഗമായിട്ട് അത്രയേറെ ബന്ധമുണ്ട് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ ആരാണ് ഡോക്ടർ MS വല്യത്താൻ? നമുക്ക് നോക്കാം. അദ്ദേഹത്തിന്റെ പൂർണ്ണനാമം മാർത്താണ്ഡവർമ്മ ശങ്കരൻ വലിയത്താൻ എന്നാണ് അദ്ദേഹത്തിന്റെ പൂർണ്ണനാമം. ഓക്കെ, 1934 2024 അദ്ദേഹത്തിന്റെ കാലഘട്ടം എന്ന് പറയുന്നത്. അദ്ദേഹം ഒരു ഇന്ത്യൻ കാർഡിയാക് സർജൻ ആണ് കേട്ടോ. ഇന്ത്യൻ നാഷണൽ സയൻസ് അക്കാദമിയുടെ മുൻ പ്രസിഡന്റ് ആയിരുന്നു. ഇന്ത്യ ഗവൺമെന്റിന്റെ ദേശീയ ഗവേഷണ പ്രൊഫസറാണ്. പിൽക്കാലത്ത് ആയുർവേദത്തെ കുറിച്ച് മനസ്സിലാക്കുകയും അതിന്റെ പ്രയോക്താവായി തീരുകയും ചെയ്തിട്ടുണ്ട്. ആയുർവേദത്തിലെ മൂലഗ്രന്ഥങ്ങളായ ചരക സംഹിത അല്ലെ, അങ്ങനെ ഒരുപാട് ഗ്രന്ഥങ്ങൾ എന്താണ് ആസ്പദമാക്കി രചന നടത്തിയിട്ടുള്ള ആളാണ് അല്ലെ. ഇന്ത്യയിലെ ആരോഗ്യ സാങ്കേതിക വിദ്യക്ക് അദ്ദേഹം ഒരുപാട് സംഭാവനകൾ നൽകി. അതിന് 2005 എന്താണ് പത്മവിഭൂഷൺ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്. അങ്ങനെ ഒരുപാട് അല്ലെ പുരസ്കാരങ്ങളും അല്ലെ അവാർഡുകളും ഒക്കെ ലഭിച്ചിട്ടുള്ള ആളാണ് ആര്? ഡോക്ടർ MS വല്യത്താൻ എന്ന് പറയുന്നത് അല്ലെ. ഇനി എന്താണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലെ, ആരാണ് അദ്ദേഹം എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ പറയാം അല്ലെ? അതായത് നമ്മളുടെ ഒക്കെ ശരീരത്തിൽ ഹൃദയം ഇല്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റുമോ? അപ്പൊ പല കാരണങ്ങളാൽ ഹൃദയത്തിന്റെ വാൽവ്, ഹൃദയം എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ശരീരത്തിൽ രക്തപ്രവാഹം നിലനിർത്തുന്ന ഒരു പമ്പ് പോലെയാണ് എന്ത് ചെയ്യുന്നത് ഹൃദയം പ്രവർത്തിക്കുന്നത് അല്ലെ. അത് നിന്ന് പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്തു? തിരികെ അല്ലെ, നമ്മൾ സത്തുപോകും അല്ലെ. അപ്പൊ ചില എന്താ പറയാ ഹൃദയത്തിന്റെ വാൽവുകൾക്കൊക്കെ ചിലപ്പോൾ എന്ത് ചെയ്യും? ചില കേടുപാടുകളൊക്കെ സംഭവിക്കും അല്ലെ. അപ്പൊ ആ വാൽവുകൾ എന്ത് ചെയ്യാണ് പരീക്ഷണത്തിലൂടെ കണ്ടുപിടിക്കാൻ, അതായത് പുറത്തൊക്കെ ആയിരുന്നു അത് ഉണ്ടായിരുന്നത്. അപ്പൊ വളരെ ചെലവേറിയതൊക്കെ ആയിരുന്നു. അപ്പൊ അത് നമ്മളുടെ ഇന്ത്യയിൽ എന്ത് ചെയ്യാണ് കണ്ടുപിടിക്കാൻ വേണ്ടി അല്ലെ മുൻപന്തിയിൽ പ്രവർത്തിച്ചിട്ടുള്ള ആളാണ് ആര്? നമ്മളുടെ ഡോക്ടർ MS വല്യത്താൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ അദ്ദേഹം പല രീതിയിൽ അല്ലെ ഈ ആർട്ടിഫിഷ്യൽ ഹാർട്ട് വാൽവുകൾ ശസ്ത്രക്രിയയിലൂടെ ഹൃദയത്തിൽ ഘടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതുവഴി ഒരുപാട് ജീവനുകൾ എന്ത് ചെയ്യുന്നു നിലനിർത്താൻ, നമുക്ക് ഒരുപാട് വർഷക്കാലം വീണ്ടും നമുക്ക് ജീവിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ അങ്ങനെ അത് ദീർഘകാലം അത് കേടുകൂടാതെ അല്ലെ വലിയ കുഴപ്പമൊന്നും ഇല്ലാതെ അത് നിലനിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ
തിരുവനന്തപുരത്തുള്ള ശ്രീചിത്ര ആശുപത്രിയുടെ ഗവേഷണ കേന്ദ്രത്തിൽ ഡോക്ടർ MS വല്യത്താന്റെ നേതൃത്വത്തിൽ വികസിപ്പിച്ചെടുത്ത ശ്രീചിത്ര വാൽവുകൾ അല്ലെ ഇതിന് കണ്ടുപിടുത്തവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അനുഭവങ്ങളൊക്കെയാണ് എന്ത് ചെയ്യുന്നത് നമ്മളുടെ പാഠഭാഗത്ത് അദ്ദേഹം ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ പല കാരണങ്ങൾ കൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട് പാഠഭാഗത്ത് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിനൊക്കെ മുന്നിട്ട് ഇറങ്ങുന്ന സമയത്ത് ആളുകളൊക്കെ നമ്മളെ പരിഹസിക്കും അല്ലെ, എന്താ ആവാത്തത് ശരിയാവാത്തത് അല്ലെ, ഒരു കാര്യം ഉണ്ടായി കഴിഞ്ഞു കഴിയുമ്പോൾ അത് പലതവണ ഒരു പരീക്ഷണമാണ് അല്ലെ, എത്രയോ ഡസൻ കണക്കിന് ആടുകളിൽ എന്ത് ചെയ്തത് പരീക്ഷിച്ചിട്ടൊക്കെയാണ് എന്ത് ചെയ്യുന്നത് പുറത്തേക്ക് വരുന്നത്. 3 അതിലധികമോ പരീക്ഷണങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് പാഴായി പോയിട്ടുണ്ടെന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ ആളുകളൊക്കെ എന്താണ് അതിനെ പരിഹസിച്ചിട്ടുണ്ട് എന്ന് പറയാണ്. അപ്പോൾ ഒരു കാര്യം നമുക്ക് നേരിട്ട് കണ്ടുപിടിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെയാണ്. അപ്പൊ ഭഗീരഥന്റെ പ്രയത്നം പോലെ പലതവണ എന്താണ് ശ്രമിച്ചാണ് എന്ത് ചെയ്യുന്നത് എല്ലാവർക്കും മുൻപിലേക്ക് വരാൻ പറ്റുള്ളൂ, വിജയിക്കാൻ സാധിക്കുള്ളൂ അല്ലെ. അപ്പൊ പെട്ടെന്നൊരു ദിവസം ഇത്രയും ഹൃദയത്തിന്റെ വാൽവ് പോലെയുള്ള അല്ലെ അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മളെ ശരീരത്തിൽ ഘടിപ്പിക്കേണ്ട ഒരു സാധനമൊക്കെ നാളെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ? ഇല്ല. അനവധി പരീക്ഷണങ്ങള് അല്ലെ നിരീക്ഷണങ്ങള് അതിനു വേണ്ടിയിട്ടുള്ള പഠനങ്ങള് അതിലൂടെ ഒക്കെ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇതൊക്കെ നമുക്ക് സാധ്യമാവുകയുള്ളൂ അല്ലെ. അപ്പൊ പലതവണ പലരും കളിയാക്കിയിട്ടും മോശം പറഞ്ഞിട്ടോ അല്ലെ മാറ്റി നിർത്തിയിട്ടോ അങ്ങനെ ഇതൊക്കെ ഉണ്ടായിട്ടും അദ്ദേഹം ഒരിക്കലും തന്റെ ശുഭാപ്തി വിശ്വാസം കളഞ്ഞു അല്ലെ കുളിക്കാതെ വീണ്ടും എന്ത് ചെയ്യാണ് അദ്ദേഹത്തിന്റെ കഴിവിൽ വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന അല്ലെ ആ ഒരു എന്താ പറയാ അവസ്ഥയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് പാഠഭാഗത്ത് കാണുന്നത്. അപ്പൊ നമ്മളും അങ്ങനെ ആയിരിക്കണം എന്നുള്ളതാണ് അല്ലെ. നമ്മൾ ഈ ഒരു യൂണിറ്റിൽ മുഴുവൻ എന്താണ് അത്തരത്തിൽ ശുഭാപ്തി വിശ്വാസത്തോടു കൂടെ മുന്നോട്ട് പോകേണ്ടതിനെ കുറിച്ചല്ലേ നമ്മൾ പഠിച്ചിട്ടുള്ളത് അല്ലെ. അപ്പൊ ഇങ്ങനെ ഇന്നും അല്ലെ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള രീതിയിൽ ഒരുപാട് മനുഷ്യരുടെ അല്ലെ എത്രയോ ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവൻ നിലനിർത്തിയിട്ടുള്ള ഒന്നായിട്ട് എന്ത് മാറുകയാണ് ഈ വാൽവുകളുടെ കണ്ടുപിടുത്തം മാറുകയാണ്. ഓക്കെ, അപ്പൊ അതിന് പ്രവർത്തിച്ചിട്ടുള്ള ഏറ്റവും വലിയ മുൻകൈ എടുത്തിട്ടുള്ള ആളുകളിൽ ഒരാളാണ് ആര് നമ്മുടെ ഡോക്ടർ MS വല്യത്താൻ എന്ന് പറയുന്ന അദ്ദേഹം അല്ലെ. അദ്ദേഹത്തിന്റെ ഒരു അനുഭവമാണ് എന്ത് ചെയ്യുന്നത് നമുക്ക് പഠിക്കാനുള്ള പാഠഭാഗം എന്ന് പറയുന്നത്. മയൂരശിഖ ജീവിതം അനുഭവം അറിവ് എന്ന കൃതിയിൽ നിന്നുമാണ് നമ്മളുടെ ഈ ഒരു ഭാഗം എടുത്തിട്ടുള്ളത് കേട്ടോ, പാഠഭാഗത്തിന്റെ ഈ ഒരു ഭാഗമുള്ളത്. ഓക്കെ, അപ്പൊ വളരെ ചെറിയൊരു പാഠഭാഗമാണ്. അപ്പൊ വളരെ മനസ്സിരുത്തി മക്കൾ വായിച്ചു നോക്കുക. കുഞ്ഞു ചോദ്യങ്ങളൊക്കെ ആയിരിക്കും പാഠഭാഗത്ത് നിന്ന് ഉണ്ടാവുക. അടുത്തൊരു ക്ലാസ്സിൽ എന്ത് ചെയ്യണം നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇനി ഏതാണ് മനസ്സിലാവാത്ത ചോദ്യങ്ങളൊക്കെ ഉണ്ടോ, ഇനി എന്തൊക്കെയാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളത്, മലയാളം ഫസ്റ്റിലെ പാഠഭാഗങ്ങൾ ആവശ്യമുണ്ടോ എന്നൊക്കെ ഉള്ളത് മക്കൾ കമന്റ് ചെയ്യണം. അതനുസരിച്ച് ടീച്ചർ എന്ത് ചെയ്യാം അടുത്ത ക്ലാസ്സുകളിലായിട്ട് ഇതേപോലെ ചെറിയ വീഡിയോസിൽ എന്ത് ചെയ്യാം മക്കൾക്ക് കാര്യങ്ങൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഇത് ക്ലിയർ ആയല്ലോ, പാഠഭാഗം ക്ലിയർ ആയല്ലോ. ഭഗീരഥ പ്രയത്നം എന്ന പാഠത്തിന് പേര് വന്നത് എന്തുകൊണ്ടാണ്? അനവധി കാലമെടുത്ത് പല പരീക്ഷണങ്ങളിലൂടെ പല കാലം എടുത്തിട്ടാണ് എന്ത് ചെയ്യുന്നത് ഈ വാൽവ് കണ്ടുപിടിക്കുന്നത് അല്ലെ. ഒരുപാട് തരത്തിലുള്ള പ്രതിസന്ധികളിലൂടെ കടന്നു പോയിട്ടാണ്. അപ്പോൾ ഭഗീരഥനും പുരാണത്തിലെ ഭഗീരഥനും എങ്ങനെയാണ് ഇങ്ങനെ പലതരത്തിലുള്ള പ്രതിസന്ധികളിലൂടെ പ്രയത്നിച്ചാണ് എന്ത് ചെയ്തത് ഒടുവിൽ ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നത്. അതുകൊണ്ടാണ് പാഠഭാഗത്തിന് അത്തരത്തിലൊരു പേര് എന്ത് ചെയ്തിരിക്കുന്നത് കൊടുത്തിരിക്കുന്നത്. അപ്പൊ അതും ശീർഷകത്തിന്റെ ഔചിത്യം വ്യക്തമാക്കുക എന്ന തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ ഈ പാഠഭാഗത്ത് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ചോദ്യമാണ്. അപ്പൊ എല്ലാ മക്കളും എന്ത് ചെയ്യുക അടിപൊളിച്ചിരിക്കുക, നന്നായിട്ട് ടെക്സ്റ്റ് ബുക്ക് ഒക്കെ വായിക്കുക. നിങ്ങൾക്ക് വേണ്ട പാഠഭാഗം ടീച്ചർ പറഞ്ഞതുപോലെ ഫസ്റ്റ് ആയാലും സെക്കൻഡ് ആയാലും എന്ത് ചെയ്യുക മക്കൾ കമന്റ് ചെയ്താലേ ടീച്ചർ അറിയുള്ളൂ അല്ലെ. അപ്പൊ അതിനനുസരിച്ച് ടീച്ചർ എന്ത് ചെയ്യും പാഠഭാഗങ്ങള് വീഡിയോ ആയിട്ട് ഇതുപോലെ ചെയ്തു തരും. ഓക്കെ, പിള്ളേര് ഹാപ്പി ആയിട്ടിരിക്കൂ. ബൈ.